നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെ മൊബൈൽ ഫോണിലും ലോക്ക് ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാവും. സാധാരണ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ ലോക്കോ ഫേസ് ലോക്കോ തുടങ്ങിയിട്ടുള്ള നിരവധി ലോക്കുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ടാകും. എന്നാൽ നമ്മുടെ വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വോളിയം ബട്ടൺ ഉപയോഗിച്ച് ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ഏറ്റവും അവസാന ഭാഗത്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്കിവിടെ ഒരു വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ഒരു ടിപ്സ് പരിചയപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ വോളിയം ബട്ടൻ്റെ അപ്പ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ വോളിയം കൂട്ടി നൽകുന്ന ആ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ 2 കീ സെറ്റ് ചെയ്തു. തുടർന്ന് ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു 2 കീ കൂടി ഞാൻ ഇതുപോലെ ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ഡൗൺ ബട്ടണോ അല്ലെങ്കിൽ മുഴുവൻ അപ്പ് ബട്ടണോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തുള്ളൂ. തുടർന്ന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേ ലോക്ക് തന്നെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ നൽകിയ ലോക്ക് വോളിയം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ലോക്ക് നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആവശ്യപ്പെടും. ഈ ഒരു ക്വസ്റ്റ്യൻ അതിന് ആൻസർ നമ്മൾ നൽകി കൊടുക്കണം. കാരണം അഥവാ നമ്മൾ നൽകിയ ആ ഒരു ലോക്ക് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ സെലക്ട് ക്വസ്റ്റ്യൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ വേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. തുടർന്ന് നമ്മൾ ആ ഒരു ആൻസറും ഇവിടെ നൽകി കൊടുക്കുക. തുടർന്ന് താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിന് ആദ്യ ഭാഗത്ത് യൂസേജ് ആക്സസിന് വേണ്ടിയുള്ള പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്പ് എന്ന് കാണുന്ന ഭാഗത്തുള്ള പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാന ഭാഗത്ത് ഫിനിഷ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ നൽകി കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇതൊരു നോട്ട്സ് ടൈപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലോക്ക് ആപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നോട്ട്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നൽകിയ ആ ഒരു വോളിയം ബട്ടൻ്റെ അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ആ ഒരു ലോക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ഓപ്പണായി വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെങ്കിൽ അത് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഈ ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഇതുപോലെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ തന്നെ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി ജസ്റ്റ് വാട്സപ്പ് മാത്രമാണ് ഞാൻ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്തു. വാട്സപ്പ് ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസൊക്കെ ലോക്ക് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആപ്പ് ലോക്ക് എന്ന് കാണുന്ന ഭാഗം കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ അവസാന ഭാഗത്ത് നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓഫ് ലോക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ വാട്സപ്പ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് എങ്ങനെ ലോക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടാണ് നമ്മുടെ വാട്സപ്പ് കാണുന്നത്. ഇങ്ങനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കില്ല. ഇവിടെ വാട്സപ്പിൽ എന്താണുള്ളത്, ഇവിടെ വാട്സപ്പ് തന്നെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ലോക്കാണ്. ജസ്റ്റ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ നൽകിയ ആ വോളിയം ബട്ടണും ഡൗൺ ബട്ടൺ ഉപയോഗിച്ച ആ ലോക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി വാട്സപ്പ് നമ്മൾ ഓപ്പണായി. വളരെ സിമ്പിളായിട്ട് വാട്സപ്പ് മാത്രമല്ല ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ലോക്ക് ആവശ്യമില്ലെങ്കിൽ അതേ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചെത്തി നമ്മൾ ഏതാണോ നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ആ ലോക്ക് അൺലോക്കായി മാറി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്
പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ്റെ പേര് കെ നോട്ട് എന്നാണ്. ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കെ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക, തുടർന്ന് നോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് കെ നോട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ഓപ്സ് ആപ്പ് ലോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഓപ്സ് ആപ്പ് ലോക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച ലോക്ക് ആപ്ലിക്കേഷൻ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കെ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇടുക, തുടർന്ന് നോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.